നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മ്യാൻമാറിലെ ഭൂകമ്പം ഏവരെയും ഞെട്ടിച്ചു. ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകൾ അടക്കം തന്നെ പല ഭൂകമ്പത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. പുറംലോകം പതുക്കെയാണ് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ള ഭൂകമ്പത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നിമിഷ നേരം കൊണ്ടാണ് എല്ലാം തകർന്നു വീഴുന്നത്. നമ്മുടെ കൺമുൻപിൽ വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ നിലം പതിക്കുന്ന കാഴ്ചയാണ്. എന്ത് ചെയ്യണം, എങ്ങോട്ട് ഓടണമെന്ന് അറിയാതെ തരിച്ചു നിൽക്കുന്ന, നിശ്ചലമായി നിൽക്കുന്ന ഒരു നിമിഷം. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം 300-ലധികം അണുബോംബുകൾക്ക് തുല്യമായ ഊർജം പുറത്തുവിട്ടതായി ഒരു ജിയോളജിസ്റ്റ് CNN-നോട് പറഞ്ഞിരിക്കുകയാണ്. മേഖലയിൽ തുടർചലനങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരമൊരു ഭൂകമ്പം പുറപ്പെടുവിക്കുന്ന ശക്തി ഏകദേശം 334 അണുബോംബുകൾക്ക് തുല്യമാണെന്ന് ജിയോളജിസ്റ്റ് ജെസ് ഫീനിക്സ് പറഞ്ഞു. മ്യാൻമാറിലെ മണ്ടാലെ നഗരത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഭൂകമ്പം 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഉണ്ടായതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു. പ്രാദേശിക അധികാരികളുടെ കണക്കനുസരിച്ച് മരണസംഖ്യ 1600 കവിഞ്ഞിരിക്കുകയാണ്. അതേസമയം മുൻകാല പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മരണസംഖ്യ 10,000 കവിയുമെന്ന് US ജിയോളജിക്കൽ സർവേ കണക്കാക്കി. ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് മ്യാൻമാറിന് താഴെയുള്ള യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുന്നത് തുടരുന്നതിനാൽ മാസങ്ങളോളം തുടർചലനങ്ങൾ നിലനിൽക്കുമെന്ന് ഫിനിക്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മ്യാൻമാറിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധവും ആശയവിനിമയ സംവിധാനങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നതും ദുരന്തത്തിന്റെ പൂർണ്ണ വ്യാപ്തി പുറംലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഏതായാലും മരിച്ചവരുടെ എണ്ണം ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 1664 ഉയർന്നിരിക്കുകയാണ്. 3500ഓളം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നൂറുകണക്കിന് പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോഡുകളും പാലങ്ങളും തകർന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് അതൊക്കെ തന്നെ വെല്ലുവിളിയാണ്. എന്തായാലും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനിടയിൽ അത്ഭുത രക്ഷപ്പെടൽ കഥകളും പുറത്തു വരുന്നുണ്ട്. അതിശക്തമായ ഭൂകമ്പത്തിന്റെ ഭയാശങ്കകൾക്കിടയിലും യുവതിയുടെ സുഖപ്രസവമടക്കം ചർച്ചകളിലുണ്ട്. തായ് തലസ്ഥാനത്തെയും ഭൂകമ്പം നടുക്കിയിരുന്നു. ഇതിനിടെയാണ് ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നതിനിടെയുള്ള യുവതിയുടെ പ്രസവം. സാധാരണ പരിശോധനയ്ക്ക് വേണ്ടിയാണ് യുവതി ആശുപത്രിയിൽ എത്തിയത്. ഇതിനിടെ പ്രസവ വേദന അനുഭവിച്ചു. വേദന കലശലായതോടെ യുവതിയെ കട്ടിലിൽ കിടത്തി. ശസ്ത്രക്രിയയിലേക്ക് പോകുമ്പോഴായിരുന്നു ഭൂകമ്പം. ഭൂകമ്പത്തിന്റെ ഭീതി കാരണം പ്രസവിക്കരുതേ ഇപ്പോൾ എന്ന് താൻ പ്രാർത്ഥിച്ചതായി യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലാം ശുഭമായി നടന്നു. ആശുപത്രിയിലുള്ള മിക്കവരെയും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ നാടകീയ സംഭവങ്ങൾ. മിഗ് എന്നാൽ കുട്ടിക്ക് മാതാപിതാക്കൾ ഇട്ട പേര്. ബഹുനില ആഡംബര ഹോട്ടലിന്റെ മുകളിലെ സ്വിമ്മിംഗ് പൂളിൽ പ്രണയിച്ചുകൊണ്ടിരുന്ന ദമ്പതികൾ ഇറങ്ങി ഓടുന്നതും വൈറലായിട്ടുണ്ട്. തായ്ലാന്റിലും മ്യാൻമാറിലും വെള്ളിയാഴ്ച ഉണ്ടായ ഭൂകമ്പത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ 1500 കടന്നതായാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങും തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പ് ഇനിയും തേടുകയാണ് രക്ഷാപ്രവർത്തകർ. വലിയ രീതിയിൽ തന്നെ രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇതിനിടെയാണ് ബാങ്കോക്കിൽ ഭൂകമ്പത്തിനിടെ ഒരു കുഞ്ഞിന്റെ ജനനം ചർച്ചയാകുന്നത്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ബാങ്കോക്കിലെ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശക്തമായ കുലുക്കം അനുഭവപ്പെട്ടപ്പോൾ ആശുപത്രി മുഴുവനായി ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. രോഗികളെ സ്ട്രക്ചറുകളിലും വീൽചെയറുകളിലുമായി തുറസായ സ്ഥലത്തേക്ക് മാറ്റി. പ്രസവ ശസ്ത്രക്രിയ നിർത്തി യുവതിയെയും ആശുപത്രി പരിസരത്തുള്ള റോഡിലേക്ക് മാറ്റി. മെഡിക്കൽ സംഘം യുവതിയെ ചുമന്നാണ് പുറത്തു കൊണ്ടുവന്നത്. റോഡിൽ സ്ട്രക്ചറിൽ കിടന്ന യുവതിക്ക് ചുറ്റും ആശുപത്രി ജീവനക്കാർ മറ തീർത്താണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. നിരവധി ആളുകൾ തിങ്ങിക്കൂടി നിന്ന സ്ഥലത്താണ് പ്രസവം നടന്നത്. കുഞ്ഞിന്റെ ജനനത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമമായ എക്സിലൂടെ നിരവധി പേരാണ് പങ്കിടുന്നത്. റോഡിൽ നിരത്തിയിട്ടിരിക്കുന്ന സ്ട്രക്ചറുകളിൽ രോഗികളെ കിടത്തിയിരിക്കുന്നതും വീഡിയോയിൽ കാണാം. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നതാണ് സന്തോഷകരം. കുഞ്ഞിന്റെ വീഡിയോ അതിജീവനത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം എന്ന നിലയിലാണ് പലരും പങ്കിടുന്നത്. ആശുപത്രി ജീവനക്കാരുടെ ആത്മാർത്ഥതയും അഭിനന്ദന വിധേയമാകുന്നുണ്ട്. ഇതിനൊപ്പമാണ് ബഹുനില ആഡംബര ഹോട്ടലിന് മുകളിലെ സ്വിമ്മിംഗ് പൂളിൽ പ്രണയിച്ചുകൊണ്ടിരുന്ന ദമ്പതികൾ ഇറങ്ങി ഓടുന്നതും ഭൂകമ്പ ദൃശ്യങ്ങളിൽ വൈറലായി മാറുന്നത്. ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ ആകാശം മുട്ടെ ഉയരമുള്ള കെട്ടിടങ്ങൾ പോലും കുലുങ്ങുന്ന ദൃശ്യങ്ങൾ വൈറലാവുകയാണ്. അമ്പരചുംബിയായ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലെ നീന്തൽക്കുളത്തിൽ ദമ്പതികൾ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ഭൂകമ്പം കെട്ടിടത്തെ പിടിച്ചു കുലുക്കുകയായിരുന്നു. ഇതോടെ അവർ ഓടി രക്ഷപ്പെട്ടു. ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമാറിലെ 16,000 ഇന്ത്യക്കാർ സുരക്ഷിതരെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ വസ്തുക്കളുമായി 4 നാവികസേന കപ്പലുകളും 2 വിമാനങ്ങളും കൂടി മ്യാൻമാറിലേക്ക് അയക്കും. 3ാമത്തെ NDRF സംഘം ഉടൻ പുറപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ദുരന്ത ഭൂമിയിൽ ഇന്ത്യൻ സൈന്യം താൽക്കാലിക ആശുപത്രി സ്ഥാപിക്കും.
അതിനായി 118 അംഗ മെഡിക്കൽ സംഘം ആഗ്രയിൽ നിന്ന് പുറപ്പെട്ടു. കഴിഞ്ഞ ദിവസം 15 ടൺ ദുരിതാശ്വാസ വസ്തുക്കളുമായി വ്യോമസേന വിമാനം യാങ്കൂണിൽ എത്തിയിരുന്നു. മ്യാൻമാറിന് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ തയ്യാറാണെന്നും കഴിഞ്ഞ ദിവസം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞിരുന്നു. മ്യാൻമാറിലും തായ്ലാന്റിലും ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്നുള്ള സ്ഥിതിഗതികളിലും ആശങ്കയുണ്ട്. എല്ലാവരുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണ്. മ്യാൻമാറിലും തായ്ലാന്റിലും സർക്കാരുകളുമായി ബന്ധപ്പെടാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മോദി എക്സിൽ കുറിച്ചു. വെള്ളിയാഴ്ച ഉണ്ടായ ഭൂകമ്പത്തിൽ 1000-ലേറെ പേർക്ക് മാത്രം ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഓരോ ദിവസം കഴിയും തോറും മരണസംഖ്യ വർദ്ധിച്ചു വരികയാണ്. അന്ന് ഏകദേശം 2376 പേർക്ക് പരിക്കേറ്റു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തെരച്ചിൽ തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അധികൃതർ പറയുന്നത്. രാജ്യത്ത് തുടരുന്ന ആഭ്യന്തര യുദ്ധം മൂലം മ്യാൻമാറിന്റെ ദുരന്തം കൂടുതൽ വഷളാകുമെന്ന് ഫിനിക്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഘർഷവും ആശയവിനിമയ സംവിധാനങ്ങൾ വിച്ഛേദിക്കപ്പെട്ടതും ഭൂകമ്പത്തിന്റെ പൂർണ്ണമായ ആഘാതം പുറം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു. അതേസമയം പുതപ്പുകൾ, ടാർപോളിനുകൾ, ശുചിത്വ കിറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, സോളാർ ലാമ്പുകൾ, ഭക്ഷണ പാക്കറ്റുകൾ, അടുക്കള സെറ്റുകൾ തുടങ്ങിയ അവശ്യ വസ്തുക്കൾ നൽകുന്നതിനായി ഇന്ത്യ ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിനെയും ഒരു മെഡിക്കൽ യൂണിറ്റിനെയും വിന്യസിച്ചിട്ടുണ്ട്. ചൈനയിലെ യുനാൻ പ്രവിശ്യയിൽ നിന്നുള്ള 37 അംഗ സംഘം യാങ്കോണിലെത്തി. ലൈഫ് ഡിറ്റക്ടറുകൾ, ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ദുരന്ത നിവാരണ വൈദ്യ ചികിത്സാ ശ്രമങ്ങളിൽ സഹായിക്കുന്നതിനായി സംഘത്തെ അയച്ചിട്ടുണ്ട്. മ്യാൻമാറിന്റെ അതിർത്തിയോട് ചേർന്നുള്ള തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. റഷ്യയുടെ അടിയന്തര മന്ത്രാലയം 120 രക്ഷാപ്രവർത്തകരും അവശ്യ സാധനങ്ങളുമായി 2 വിമാനങ്ങൾ വിന്യസിച്ചതായി സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു. ഭയാനകമായ ഭൂകമ്പത്തിൽ വിറങ്ങലിച്ച മ്യാൻമാറിനെ സഹായഹസ്തവുമായി ഇന്ത്യയും രംഗത്തുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി 80 പേരടങ്ങുന്ന ഒരു ദുരിതാശ്വാസ സേനയെ മ്യാൻമാറിലേക്ക് അയക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി NDRF ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെയാണ് കൂടുതൽ സംഘത്തെ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ പുതിയ സംഘം മ്യാൻമാറിലേക്ക് തിരിക്കും. വ്യോമസേനയുടെ സൈനിക വിമാനം ദുരിത ബാധിതർക്കുള്ള അവശ്യ വസ്തുക്കളുമായി മ്യാൻമാറിലേക്ക് പുറപ്പെട്ടിരുന്നു. സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകി. മ്യാൻമാർ സൈനിക മേധാവിയുമായി പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു. രക്ഷാപ്രവർത്തനത്തിനും തെരച്ചിലിനും ആവശ്യമായ എല്ലാ ഉപകരണങ്ങളുമായാണ് NDRF സംഘം മ്യാൻമാറിലേക്ക് തിരിക്കുന്നത്. തായ്ലാന്റിനെയും മ്യാൻമാറിനെയും ഭീതിയിലാഴ്ത്തിയ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഏതായാലും 1000 കടന്നിരിക്കുകയാണ്. 3000-ലധികം പേർക്ക് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. 2015-ൽ നേപ്പാളിലുണ്ടായ ഭൂകമ്പത്തിലും 2023-ൽ തുർക്കിയിലുണ്ടായ ഭൂകമ്പത്തിലും ഇന്ത്യൻ ദുരന്ത നിവാരണ സേനയെ രക്ഷാപ്രവർത്തനത്തിന് വിന്യസിച്ചിരുന്നു. ഇന്ത്യ, യുറേഷ്യ എന്നീ 2 ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലുള്ള മ്യാൻമാറിൽ ഭൂകമ്പ സാധ്യത കൂടുതലാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 2 പ്ലേറ്റുകൾക്കിടയിലുള്ള അതിർത്തിയെ സൈങ്ങാങ് ഫോൾട്ട് എന്നാണ് വിളിക്കുന്നത്. മണ്ടാലെ, യാങ്കോൺ തുടങ്ങിയ നഗരങ്ങളിലൂടെ വടക്ക് നിന്ന് തെക്കോട്ട് ഏകദേശം 1200 കിലോമീറ്റർ നീളമുള്ള ഒരു നീണ്ട നേർരേഖയായിട്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഈ നഗരങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. USGS അനുസരിച്ച്, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അനുസരിച്ച് ഇന്ത്യ യുറേഷ്യ ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം ഉരസിയതിനാലാണ് മ്യാൻമാറിൽ ഭൂകമ്പമുണ്ടായത്. ഈ ചലനത്തെ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടിംഗ് എന്നാണ് ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്. ഇതിന് സമാനമായ ഭൂകമ്പമായിരുന്നു 1994-ൽ കാലിഫോർണിയയിൽ ഉണ്ടായതെന്നും ലണ്ടൻ ഇംപീരിയൽ കോളേജിലെ ടെക്ടോണിക് വിദഗ്ധയായ ഡോക്ടർ റെബേക്ക ബെൽ പറഞ്ഞു. ടെക്ടോണിക് പ്ലേറ്റുകൾ ഉരസുമ്പോൾ ഫോൾട്ടിന്റെയും വിസ്തീർണം വലുതാകുന്നതനുസരിച്ച് ഭൂകമ്പത്തിന്റെ തീവ്രതയും കൂടുമെന്ന് ഡോക്ടർ റെബേക്ക ബെൽ കൂട്ടിച്ചേർത്തു. 1970-കളിലെ പ്രശസ്തമായ റിക്ടർ സ്കെയിലിനെ മാറ്റി സ്ഥാപിച്ച മൊമെന്റ്സ് മാഗ്നിറ്റ്യൂഡ് സ്കെയിലാണ് ഭൂകമ്പത്തിന്റെ ശക്തി അളക്കുന്നത്.